മോഹനൻ പിള്ള, കഴിഞ്ഞ തുടർച്ചയായ 2 ദിവസങ്ങളിൽ നമ്മൾ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കേൾക്കുകയായിരുന്നു. വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുകയാണ്. ചില കാര്യങ്ങൾ അതിന്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ ഇതിനു മുൻപ് കാണാത്ത തരത്തിലേക്കുള്ളതാണ് എന്നതിൽ തർക്കമില്ല. ഈ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു കാര്യം എടുത്തു പറയുന്നത്, 2 ദിവസവും പറയുന്നത് ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ്, അതല്ലാതെ പാകിസ്ഥാനെതിരായതല്ല, അവിടുത്തെ ജനങ്ങൾക്കെതിരായതല്ല, അവിടുത്തെ സൈന്യത്തിനെതിരായതല്ല എന്ന് പറയുന്നു. വളരെ കൃത്യമല്ലേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യം? ഡോക്ടർ മോഹനൻ പിള്ള. ലക്ഷ്യം വളരെ കൃത്യം തന്നെയാണ്. ആൻഡ് എഫക്റ്റീവ് കോർഡിനേഷൻ അതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് മെത്തഡോളജി അത് ഇവോൾവ് ചെയ്തു വന്നിട്ടുമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ DGMO നമ്മുടെ 3 ആർമി നേവി എയർഫോഴ്സിൻ്റെ 3 സീനിയർ ഉദ്യോഗസ്ഥന്മാരും വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മിലിറ്ററി എയിം അക്കംപ്ലിഷ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിൽ ആദ്യം മുതൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഗവൺമെൻറ് 2 എയിമാണ് ഇതിനകത്തുള്ളത്: പൊളിറ്റിക്കൽ എയിം ആൻഡ് മിലിറ്ററി എയിം. പൊളിറ്റിക്കൽ എയിം അത് സെപ്പറേറ്റാണ്. മിലിറ്ററി എയിം എന്നുള്ളത് പൊളിറ്റിക്കൽ എയിം അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ത്രൂ മിലിറ്ററി, അതാണ് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. ഇതിനകത്ത് മിലിറ്ററി എയിം ഡിഫൻസ് ഫോഴ്സസിനോട് പറഞ്ഞിട്ടുള്ളത്, ബിക്കോസ് വർഷങ്ങളായി ആയിട്ടുള്ള ടെററിസ്റ്റ് വിക്ടിം ആയതുകൊണ്ട് വി ഹാവ് ടു ഗീവ് എ ബിഫിറ്റിംഗ് റിപ്ലൈ ടു ദ ടെററിസ്റ്റ് എന്നുള്ളതിൽ ഡിഫൻസ് ഫോഴ്സസിന് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് അറ്റ് ദ സെയിം ടൈം ലോകരാജ്യങ്ങളുടെ റെക്കഗ്നീഷനും കിട്ടണം. ഷുഡ് നോട്ട് ഡു എനിത്തിങ് റോങ്, നോ സിവിൽ കാഷ്വാലിറ്റി, ബെയർ മിനിമം സിവിലിയൻ കാഷ്വാലിറ്റി. അപ്പം അങ്ങനെയാണ് ആ മിലിറ്ററി എയിം കൊടുത്തത്. ആ എയിം വാട്ടെവർ എന്താണോ മെയിൻ എയിം എന്നുള്ളത്, അത് മിഷൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. പക്ഷേ അതിനകത്ത് ഉള്ള ഒരു വിഷയം പൊളിറ്റിക്കൽ എയിം എന്നുള്ളതാണ്. ഈ പൊളിറ്റിക്കൽ എയിം 100% സക്സസ് ആകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വി ഹാവ് ടു വെയിറ്റ് ഫോർ കപ്പിൾ ഓഫ് ഡേയ്സ് മോർ, വെയർ ദാറ്റ് വിദേശകാര്യ സെക്രട്ടറിമാർ തമ്മിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ടു ഗവൺമെൻറ് ചർച്ച നടന്നെങ്കിൽ മാത്രമേ നമുക്കതിനെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നടക്കുന്നത് ഈ DGMO ലെവലിലുള്ള ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി മിലിറ്ററി എയിം ഓൺലി വി വിൽ ബി ഡിസ്കസിങ്. ദാറ്റ് മീൻസ് ബാറ്റിൽ ഡാമേജ് റിപ്പോർട്ട് ബേസിക്കലി യൂസ് ടു ഡിസ്കസ് ഈച്ച് അതർ. അതാണ് ബേസിക്കലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രൈം കോൺസേൺ എനിക്ക് തോന്നുന്നത് BSFൻ്റെ നമ്മുടെ ഒരു ജവാന് അവരുടെ കസ്റ്റഡിയിലുണ്ട്. അതെങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടാം, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു മിലിറ്ററി ആസ്പെക്റ്റ് മാത്രമേ DGMO ലെവലിൽ ഡിസ്കഷൻ വരികയുള്ളൂ. അല്ലാതെ നത്തിങ് മോർ ടു കം. ദാറ്റ് മീൻസ് എങ്ങനെയാണ് ഡീഎസ്കലേഷൻ അല്ലെങ്കിൽ ട്രൂപ്സ് ഇപ്പോൾ ഒരു സൈഡിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ നോട്ട് ചെയ്യുകയാണ് എക്രോസ്, ഫോർ എക്സാമ്പിൾ സിയാൽകോട്ടിൽ അവരുടെ ഒരു മാസീവ് മൊബിലൈസേഷൻ ഉണ്ട്, അവരിതുവരെ പുറകോട്ട് മാറിയിട്ടില്ല. ദെൻ വി യൂസ് ടു ടിക്ക് ഓഫ് സെയിങ് ദാറ്റ് ഓക്കെ യുവർ പീപ്പിൾ ആർ ഡിപ്ലോയ്ഡ് ദെയർ സ്റ്റിൽ ആൻഡ് വാട്ട് ഈസ് ആസ് പെർ ദി റൂൾ ഇറ്റ് ഈസ് not supposed to be. So you have to withdraw furthermore. Only regular rangers has to be there, not the regular Pakistan army or terrorist army there. അപ്പം അങ്ങനെയുള്ള ആണ് ബേസിക്കലി ഈ DGMO ലെവലിലുള്ള ചർച്ചകൾ എന്ന് പറയുന്നത്. അത് ഇറ്റ് വിൽ കണ്ടിന്യൂ. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല. ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ DGMO വിൽ നെവർ ടേക്ക് എ ഡിസിഷൻ അലോൺ. ഓക്കെ വെയിറ്റ് ഔട്ട് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഫർദർ പൊളിറ്റിക്കൽ ലെവലിൽ അവരോട് കൺസെൻറ്റ് എടുത്തതിന് ശേഷം മാത്രമേ വി യൂസ് ടു ഗിവ് ദ റിപ്ലൈ. അപ്പോൾ അങ്ങനെയാണ് ഈ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ കാണേണ്ട 2 കാര്യങ്ങൾ ഇന്നിപ്പം അവർ പറഞ്ഞു. ദാറ്റ് മീൻസ് PL-15 എന്ന് പറയുന്നതിന് ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തത് ചൈനീസ് മിസൈൽ എന്നുള്ളത്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ചൈനീസ് മിസൈൽ നമുക്ക് ഫസ്റ്റ് ഡേയിൽ തന്നെ വി ഗോട്ട് എവിഡൻസ്. പക്ഷേ ഓപ്പണായിട്ട് ഇപ്പോഴാണ് ഡിഫൻസ് ഫോഴ്സസ് അത് ഡിക്ലെയർ ചെയ്തത്, ഇന്നാണ്. ഈ ചൈനീസ് PL-15 എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? അതിന് ആ 2016 പറഞ്ഞുകൊണ്ടിരുന്നത് തണ്ടർബോൾട്ട് 15 എന്നാണ്. അത് വളരെയധികം പ്രഹരശേഷി, ഫയർ പവർ കൂടുതലും പ്രഹരശേഷി കൂടുതലുള്ളതുമായിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എന്താണെങ്കിലും നമ്മളുടെ ആകാശിൻ്റെ റേഞ്ച് കുറവാണ്, 45-50 ഓർ മാക്സിമം 60 കിലോമീറ്ററാണ്. പക്ഷേ ഡിഫൻസിന് ഏറ്റവും ബെസ്റ്റാണ്, ഡിഫൻസീവ് പർപ്പസിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആകാശ് എന്ന് പറയുന്ന ആ മിസൈൽ അവരുടെ ഈ PL-15 ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ PL-15 യൂട്ടിലൈസ് ചെയ്യുന്നത് PLA എയർഫോഴ്സും
PLA നേവി എയർഫോഴ്സുമാണ്. പിന്നെ മൂന്നാമത് യൂസ് ചെയ്യുന്നത് ടെററിസ്ഥാൻ ആർമിയുമാണ്. ഈ 3 ഫോഴ്സുകളാണ് ഈ PL-15 എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അതപ്പം പൊതുവേ ഇത് ചൈനയ്ക്കും ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ PL തണ്ടർബോൾട്ട് അവരുടെ ഫെയിലിയർ എന്നുള്ളത്. ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഷങ്ങളോളം, അത് ആ സമയത്ത് മേ ബി ദാറ്റ് വാസ് ടു ഗുഡ്. പക്ഷേ നമ്മളുടെ DRDOയിൽ പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഇനിയും ഫർദർ ചൈനീസ് മോർ ഇംപ്രൂവൈസ്ഡ് വെർഷൻ ഉണ്ടായിക്കൂടായികയില്ല. അപ്പോൾ നമ്മളത് വീണ്ടും ഇത് ഇങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ആസ് ഓഫ് നൗ വി ആർ വെൽ ഓഫ് എന്നുള്ളതാണ്. പിന്നെ ഈ DGMO ലെവലിലുള്ള ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സീസ്ഫയറിനെ ഞാൻ 2 പോയിന്റിലാണ് കാണുന്നത്. ഒന്ന്, അതായത് ഇപ്പോൾ അവർ കണ്ടീഷൻസ് വെക്കാതെ തന്നെ അവരുടെ ബലൂച്ചിലോട്ടുള്ള ആ ഇൻറ്റേർണൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഈ അവരുടെ ആർമിയെ അല്ലെ ആംഡ് ഫോഴ്സസിനെ ഡൈവേർട്ട് ചെയ്യും. കാര്യം ഇവിടെ ഈ ലാസ്റ്റ് വീക്കിൽ സിന്ദൂറിന് മുമ്പും സിന്ദൂർ ടൈമിലും മാക്സിമം മൊബൈലൈസേഷൻ ഇന്ത്യക്കെതിരായിട്ടായിരുന്നു. അപ്പോൾ അവിടെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ട്രൂപ്സ് ഇല്ലായിരുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജ് ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സേനാനികൾ വാട്ടെവർ ഇറ്റ് ഈസ് അവരത് എടുത്തു. അപ്പോൾ ഇപ്പം ടെററിസ്ഥാന് വേണ്ടത് ഒരു ടൈമാണ്, ടൈം ബൈയിങ് ആണ്. ഈ ടൈം ബൈയിങ് എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ എയിമാണ്. അതാണ് ഞാൻ വീണ്ടും വരുന്നത്. ആ ടൈം ബൈയിങ്ങിൽ അവർ തൽക്കാലത്തേക്ക് സീസ് ഫയർ വരുന്നു എന്നേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാര്യം അവരൊരിക്കലും ആ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള നമ്മുടെ വാട്ടർ ഡിപ്ലോമസി ആണെങ്കിലും അത് കുറവ് വരാൻ പോകുന്നില്ല. അപ്പം ഇങ്ങനെ വരുന്ന ഈ ഒരു കൺസെപ്റ്റിൽ ടൈം ബൈയിങ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാര്യം ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ 62-ൽ ചൈനയുമായിട്ട് ബാറ്റിൽ യൂസ് ചെയ്തതാണ്. ദാറ്റ് ടൈം അവർ എയിം വാസ് ടു ബൈ ടൈം. അതുപോലെ തന്നെ ടു ഹോൾഡ് ദ ലാൻഡ്, അതാണ് പൊളിറ്റിക്കൽ എയിം. കൂടുതൽ സമയം നമുക്ക് അത്രയും ട്രൂപ്സ് ഇല്ലായിരുന്നു. അവരുടെ മാസീവ് PLAയുടെ മാസീവ് അറ്റാക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ടെറൈനും അങ്ങനെയാണ്. ദാറ്റ് ടൈം വി വെയർ നോട്ട് ദാറ്റ് മച്ച് എക്യുപ്ഡ് ആൻഡ് ദാറ്റ് മച്ച് ഡെവലപ്ഡ് ആംഡ് ഫോഴ്സസ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ടൈം ബൈയിങ് ആയിരുന്നു. അവരെ മാക്സിമം റെസിസ്റ്റ് ചെയ്ത് സമയം ചോദിക്കുക ഡിസ്കഷന് വേണ്ടി എന്നുള്ളത്. ആ സ്ട്രാറ്റജിയാണ് ഇന്ന് ടെററിസ്ഥാൻ എടുത്തിട്ടുള്ളത്. കാര്യം ടൈം ബൈയിങ്. അവർക്കിപ്പം മെയിൻ എയിം എന്ന് പറയുന്നത് അവരുടെ ബലൂച്ചിൽ അല്ലെങ്കിൽ ഇന്റേണൽ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് അവരുടെ ട്രൂപ്സിനെ യൂട്ടിലൈസ് ചെയ്യണം. ഫോർ ദ ടൈം ബീയിങ് ഡി എസ്കലേഷൻ അല്ലെങ്കിൽ ഒരു സീസ് ഫയർ എന്നുള്ള പോയിന്റിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് അവർക്കത് മനസ്സിലാകുകയാണ് ചെയ്തത് അവരുടെ എസ്റ്റിമേഷൻ കംപ്ലീറ്റ് തെറ്റിപ്പോയി. കാര്യം ഇത്രയും ഹെവി ആയിട്ടുള്ള ഫയർ പവർ വരും എന്നുള്ളത് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അതായത് മാക്സിമം ഡാമേജ് എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചില്ല. രണ്ടാമത് അവർ പ്രൊപഗണ്ട വാർഫെയറിൽ 1 സ്റ്റെപ്പ് എഹഡ് ആണെങ്കിൽ പോലും അതിൽ മാത്രമേ അവർ 1 സ്റ്റെപ്പ് എഹഡ് ഉള്ളൂ. അല്ലാതെയുള്ള എല്ലാ ഫീൽഡിലും ഇന്ത്യ വളരെ കൃത്യമായിട്ട് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ വിത്ത് സോളിഡ് പ്രൂഫാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് വി ഹാവ് ഡൺ ഇറ്റ്, ദിസ് വാസ് അവർ റെയ്ഡ്, ദിസ് വാസ് അവർ അറ്റാക്ക് ആൻഡ് ദിസ് വാസ് ദി ബിഫോർ ദ ഒബ്ജക്റ്റ് വാസ് ലൈക്ക് ദിസ് ആൻഡ് ആഫ്റ്റർവേഴ്സ് വാട്ട് വാസ് ദ ഒബ്ജക്റ്റ് ലൈക്ക് ദിസ് ആൻഡ് വി ആർ ഓണിങ് അപ്പ്, നമ്മൾ പറയുന്നു ഓക്കെ വി ഡിഡ് ദിസ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദി ടാർഗറ്റ് ബിക്കെയിം ലൈക്ക് ദാറ്റ്. അപ്പം ആ ഒരു രീതിയിൽ ലോകത്തിന് പറയുമ്പോൾ അവർക്ക് ഈ 2 രീതിയിലും കൂടി വരുമ്പോഴേക്കും ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ തൽക്കാലം പുറകോട്ട് പോവുക അല്ലെങ്കിൽ തൽക്കാലത്തേക്കുള്ള ഒരു സീസ് ഫയർ എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് കാണുവാൻ പറ്റുള്ളൂ. കാര്യം അവർക്ക് വേണ്ടത് അവരുടെ ആത്മാഭിമാനം ജനങ്ങളെ കൂട്ടത്തിൽ നിർത്തുക. അതിന് പ്രൊപഗണ്ട വാർ കൂട്ടത്തിൽ വെച്ചുകൊണ്ടേയിരുന്നു. മാക്സിമം കാഷ്വാലിറ്റി കൊടുത്തു. കാഷ്വാലിറ്റി നമ്മുടെ സൈഡിലും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. വെൻ there is an action and calculated risk one has to take, ആ കാൽക്കുലേറ്റഡ് റിസ്ക് നമ്മൾ എടുത്തിട്ടുമുണ്ട്. ഇപ്പോഴുള്ള നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് DGMO ലെവലിൽ നമ്മളുടെ ആ BSF ജവാനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ടോക്ക് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഡി എസ്കലേഷൻ ടോട്ടലി അവരെ എത്രത്തോളം പുറകോട്ട് മാറിയിട്ടുണ്ട്, എന്താണ് അവരുടെ ആ ഒരു രീതിയിലുള്ള ചർച്ചകൾ മാത്രമേ ഇപ്പോൾ നടക്കുകയുള്ളൂ. പക്ഷേ പൊളിറ്റിക്കൽ എയിമിൽ വരുമ്പോഴാണ് ഗവൺമെൻറ് ലെവലിൽ ചർച്ച വരുമ്പോൾ നമ്മൾ എന്തു പറയും, അതായത് വാട്ടർ ഡിപ്ലോമസി അല്ലെങ്കിൽ സിന്ധു നദിയുടെ അത് അവർക്ക് ജലം വിട്ടുകൊടുക്കുക. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അവർ ആ ഒരു പോയിന്റിൽ പുറകോട്ട് പോകുമെന്ന്. അവരതിനകത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പിടിച്ചു നിൽക്കും. അവർ ഏത് ലോകരാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തും. അത് വളരെ കൃത്യമാണ്. പക്ഷെ അന്നേരം പോലും നമ്മൾ അഥവാ ബൈ ചാൻസിൽ നമ്മൾ അതിൽ ഒരു സ്റ്റെപ്പ് ഇച്ചിരി അയവ് കൊടുത്താൽ പോലും നമ്മളുടെ ബാർഗെയിൻ മിലിറ്ററി എയിം എന്ന് പറയുന്നത് ടെററിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിനായിട്ടുള്ള ഭീകരവാദികളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭീകരവാദികളെ, കണ്ടഹാറിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ തീവ്രവാദിയെ അവരെ തിരിച്ചു കിട്ടാനുള്ള കണ്ടീഷൻ നമ്മൾ വെച്ചാൽ ലോകത്തിന്റെ മുന്നിൽ ഈ പൊളിറ്റിക്കൽ എയിമും ആൻഡ് സോളിഡ് ഗവൺമെന്റ് ശക്തമായ രീതിയിൽ പ്രതികരിച്ചു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതാണ് പൊളിറ്റിക്കൽ എയിം അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.